ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായി. ഈ മാസം 11-നാണ് ഗുരുവായൂർ ഏകാദശി. ഏകാദശി ദിവസം ക്യൂ നിന്ന് തൊഴാൻ എത്തുന്നവർക്ക് പ്രഥമ പരിഗണന നൽകാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ഉച്ചകഴിഞ്ഞ് 2 മണി വരെ VIP സ്പെഷ്യൽ ദർശനം ഉണ്ടാകില്ല. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഗീതാദിനമായ അന്ന് രാവിലെ 7 മുതൽ ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ സമ്പൂർണ്ണ ശ്രീമദ് ഗീതാപാരായണം നടക്കും. ഏകാദശി ദിവസം ദേവസ്വം വകയാണ് ചുറ്റുവിളക്ക്. ഏകാദശി ദിവസത്തിൽ ഉച്ചയ്ക്ക് 2 മുതൽ ഏകാദശി അക്ഷരശ്ലോക മത്സരവും അരങ്ങേറും. ഏകാദശി നാളിൽ അഭൂതപൂർവമായ ഭക്തതിരക്കാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പൊതുവരി നിന്ന് ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാനെത്തുന്ന ഭക്തർക്ക് ദർശനത്തിന് പ്രഥമ പരിഗണന നൽകും. 11-ന് രാവിലെ 6 മുതൽ ഉച്ചകഴിഞ്ഞ് 2 വരെ VIP സ്പെഷ്യൽ ദർശനം അനുവദിക്കില്ല. കൂടാതെ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, ചോറൂണ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവയും ഉണ്ടാകില്ല. പ്രാദേശികം, സീനിയർ സിറ്റിസൺ എന്നീ ക്യൂകൾ രാവിലെ 5-ന് അവസാനിക്കും. നെയ്വിളക്ക് വഴിപാടുകാർക്കും ദർശന സൗകര്യം ഉണ്ടായിരിക്കും. ദശമി ദിവസമായ ഡിസംബർ 10-ന് പുലർച്ചെ നിർമ്മാല്യത്തോടെ തുടങ്ങുന്ന ദർശന സൗകര്യം ദ്വാദശി ദിവസമായ ഡിസംബർ 12 രാവിലെ 8 വരെ തുടരും. പതിവ് ക്ഷേത്ര പൂജകൾക്ക് മാത്രം നട അടയ്ക്കും. ദ്വാദശി ദിവസം രാവിലെ ക്ഷേത്രം അടച്ചതിന് ശേഷം വിവാഹം, ചോറൂണ്, തുലാഭാരം, വാഹനപൂജ എന്നിവ ഉണ്ടായിരിക്കുന്നല്ല. ഏകാദശി ദിവസം രാവിലെ കാഴ്ചശീവേലിക്ക് ശേഷം പഞ്ചവാദ്യം അകമ്പടിയോടെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. 11 മണിയോടെ എഴുന്നള്ളിപ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി നിറപറ സ്വീകരിച്ച് തിരിച്ച് നാദസ്വരം അകമ്പടിയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അതേസമയം ഏകാദശി വിഭവങ്ങളോടുകൂടിയ പ്രസാദ ഊട്ട് രാവിലെ 9 മുതൽ ഗുരുവായൂർ അപ്പൻ ഓഡിറ്റോറിയത്തിലെ അന്നലക്ഷ്മി ഹാളിൽ നടക്കും. ഏകാദശി ദിവസം ഉച്ചയ്ക്ക് 2 മുതൽ സുവർണ മുദ്രയ്ക്കായുള്ള ഏകാദശി അക്ഷര ശ്ലോക മത്സരം നടക്കും. ദേവസ്വം കാര്യാലയത്തിലെ കുരൂരമ്മ ഹാളിലാണ് മത്സരം നടക്കുക. 18 വയസ്സ് പൂർത്തിയായവർക്ക് പങ്കെടുക്കാം. 1 മണി മുതൽ രജിസ്ട്രേഷൻ തുടങ്ങും.